യെസ്, കേരള ബജറ്റിനായി നമ്മൾ കാതോർക്കുകയാണ്. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ കരുതുന്നു, പ്രതീക്ഷിക്കുന്നു. അത് ഏതൊക്കെ രീതിയിലുള്ള പദ്ധതികളും പ്രഖ്യാപനങ്ങളുമാകും എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗവൺമെന്റ് പ്രസിലെ സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ബജറ്റിന്റെ അന്തിമ കോപ്പിയുമായി ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയിട്ടുണ്ട്. 8:45 തന്നെ ധനമന്ത്രി ബജറ്റിന്റെ കോപ്പിയുമായി നിയമസഭയിലേക്ക് തിരിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് പ്രസിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബജറ്റിന്റെ അന്തിമ കോപ്പിയുമായിട്ടാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഗവൺമെന്റ് പ്രസിലെ സൂപ്രണ്ടും ഉദ്യോഗസ്ഥരും ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണ ഘട്ടത്തെ അതിജീവിച്ചു തുടങ്ങിയെന്നാണ് ധനമന്ത്രി ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കും, അതോടൊപ്പം തന്നെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകും എന്നുകൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളേവരും കരുതുന്നത് പോലെ, ഉറ്റുനോക്കുന്നത് പോലെയുള്ള ജനക്ഷേമ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ ബജറ്റിൽ ഉണ്ടാകും എന്നത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെയാകും ആ പ്രഖ്യാപനങ്ങൾ എന്നതാണ് അറിയേണ്ടത്. 9 മണിക്കാണ് നിയമസഭയിൽ നടപടികൾ അവിടെ തുടങ്ങുക, ബജറ്റ് അവതരണം അവിടെ ആരംഭിക്കുക. ഗോപാൽ ശിലാസനൽ ധനമന്ത്രിയുടെ വസതിയിൽ നിന്ന് ചേരുകയാണ്. ഗോപാൽ, അവിടെ ഗവൺമെന്റ് പ്രസിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റിന്റെ അന്തിമ കോപ്പിയുമായി അവിടെ എത്തിയിരിക്കുകയാണ്. ബജറ്റിന്റെ കോപ്പി അല്പസമയത്തിനകം തന്നെ ധനമന്ത്രിക്ക് കൈമാറുമായിരിക്കുമല്ലേ? ഒറിജിനൽ പകർപ്പ് അത് കൈമാറുന്ന ചടങ്ങാണ് നമ്മൾ അല്പനേരത്തിനകം ഇവിടെ കാത്തിരിക്കുന്നത്. ഗവൺമെന്റ് പ്രസിൽ നിന്നുള്ള സൂപ്രണ്ടും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഈ ബജറ്റിന്റെ യഥാർത്ഥ പകർപ്പ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അല്പനേരം മുൻപ് ഈ ധനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ പൗർണമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പകർപ്പിനുള്ളിൽ, ആ പെട്ടിക്കുള്ളിൽ എന്തുണ്ട് എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അടുത്ത ഒരു വർഷക്കാലം കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്, എന്ത് തരത്തിലാണ്, ഏത് തരത്തിലാണ് ഈ ബജറ്റ് പെട്ടിക്കുള്ളിൽ, എന്ത് കരുതലാണ്, എന്ത് തരം പ്രഖ്യാപനങ്ങളും എന്ത് തരം വൈദഗ്ധ്യവുമാണ് ധനമന്ത്രി കാത്തുവച്ചിരിക്കുന്നത് എന്ന് വേണം അടുത്ത ഒരു വർഷത്തേക്കുള്ള ആ ഒരു ബജറ്റിന്റെ പകർപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ. ഇനി അധിക സമയമൊന്നുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന ഒരു വിലയിരുത്തലാണ് എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്നു. സാമ്പത്തിക വിദഗ്ധർ അടക്കം അത്തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലിലാണ് കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്. എന്തായാലും ആ പങ്കുവെക്കലുകൾക്കും ആ കണക്കുകൂട്ടലുകൾക്കും അധികം സമയമൊന്നും ഇനി ആയുസില്ല. ഏതാനും സമയത്തിനകം തന്നെ അദ്ദേഹം ധനമന്ത്രി നേരിട്ടെത്തി ഔദ്യോഗികമായി തന്നെ ഈ പകർപ്പ് രേഖ ഏറ്റുവാങ്ങും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം കാണാൻ സാധിക്കും. അല്പനേരം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹം ഇട്ടിരുന്നു. ഈ പറയുന്ന ബജറ്റ് അവതരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ പറയുന്നത് കടുത്ത കേന്ദ്ര അവഗണന നേരിട്ട നാളുകളാണ് കടന്നുപോയത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ബജറ്റ് വരുന്നത്. സാമ്പത്തിക ഞെരുക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട്. ഈ തീക്ഷ്ണമായ ഘട്ടത്തെ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ അതിജീവിച്ച് തുടങ്ങുകയാണ്. സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയടക്കം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പനേരം മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. അതിന് തുടർച്ചയെന്നോണം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങളായ ക്ഷേമ പെൻഷൻ കൂട്ടുമോ, ക്ഷേമ പെൻഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, 100 മുതൽ 200 രൂപ വരെ കൂട്ടാനുള്ള സാധ്യതകൾ പലർ പങ്കുവെക്കുമ്പോഴും അത്തരത്തിലേക്കുള്ള ഈ ഞെരുക്കത്തിൽ അത്തരത്തിലേക്കുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുമോ? വിഴിഞ്ഞത്തിന് എന്ത് നൽകും? വയനാട് ദുരന്താനന്തര വയനാടിനെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള പാക്കേജിന് എത്ര രൂപ നൽകും? അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, DA കുടിശ്ശിക, ഇതെല്ലാം തന്നെ ഈ പെട്ടിക്കുള്ളിലാണ് കാത്തിരിക്കുന്നത്. ഈ പെട്ടിയാണ് ഒരുപക്ഷെ വേണമെങ്കിൽ അടുത്ത LDF സർക്കാരിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താങ്ങി നിർത്തുമോ അതോ തള്ളിക്കളയുമോ എന്ന കാര്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാന തത്വം, അടിസ്ഥാന രേഖയാണ് ഈ ഉദ്യോഗസ്ഥരുടെ കൈകൾ ഇരിക്കുന്ന ഈ തവിട്ട് നിറത്തിലുള്ള പെട്ടിയിലുള്ളത്. ആ പെട്ടിയുടെ ഉള്ളടക്കം കേരളം ഒന്നാകെ കാത്തിരിക്കുന്നു. എന്താണ്, എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാൻ അധികം സമയമൊന്നുമില്ല, അധികം നേരമൊന്നുമില്ല. ധനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക, ആ ധനമന്ത്രി ബജറ്റ് സൂക്ഷിച്ചിരിക്കുന്ന ആ പെട്ടി ഏറ്റുവാങ്ങുക, ഇത്
ഒരു ചടങ്ങാണ് എന്ന് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഡിജിറ്റലി ടാബ്ലറ്റ് മുഖേനയാണ് ഈ ബജറ്റ് വായിക്കുന്നത്, ബജറ്റ് അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും ഇത്തരം ഈ രേഖകൾ കൈമാറുന്ന അല്ലെങ്കിൽ ബജറ്റിൻ്റെ യഥാർത്ഥ പകർപ്പ് കൈമാറുന്ന ഒരു ചടങ്ങ് അത് ഏറെ നിർണായകമാണ്, ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് കൂടി തന്നെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രാധാന്യം മറ്റൊരു തലത്തിൽ ഉണ്ട്. അപ്പോൾ ആ ചടങ്ങ് നടക്കാൻ അധികം സമയമില്ല. ധനമന്ത്രി എത്തുക എന്നൊരു താമസം മാത്രമാണുള്ളത്. ശേഷം ഇത് ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം ഏകദേശം 8 മണി കഴിയുന്നതോടുകൂടി, ഏകദേശം ഒരു 8:15 കൂടി നിയമസഭയിലേക്ക് യാത്രയാവുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ഔദ്യോഗിക വാഹനത്തിൽ പുറപ്പെടും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടൊപ്പം ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പമാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ഇത്തവണയും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. കൂടാതെ തന്നെ 8:40 ഏകദേശം 8:40 കൂടി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിച്ചേരും. നിയമസഭയിൽ എത്തിച്ചേർന്ന ശേഷം മറ്റ് നടപടിക്രമങ്ങൾ 9 മണിക്ക് തന്നെ കൃത്യം ബജറ്റ് അവതരണം ആരംഭിക്കും. അപ്പോൾ ഇനി കൃത്യം എണ്ണിപ്പറഞ്ഞാൽ 1 മണിക്കൂറും 10 മിനിറ്റും മാത്രമാണ് ഈ ബജറ്റ് അവതരണത്തിനായി ബാക്കിയുള്ളത്. അതോടുകൂടി തന്നെ നമുക്കൊരു ചിത്രം വ്യക്തമായി തുടങ്ങും, ചിത്രം തെളിഞ്ഞു തുടങ്ങും. ഏതിനൊക്കെ എന്തൊക്കെ നൽകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ആ ഒരു തൊട്ടടുത്തതായി ഇവിടെ നടക്കേണ്ടിയിരിക്കുന്നത് ബജറ്റ് ധനമന്ത്രി ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ്. യെസ് ഗോപാൽ, സഭയിലേക്ക്, അതായത് നിയമസഭയിലേക്ക് ബജറ്റ് അവതരണത്തിന് പോകുന്നതിന് മുന്നോടിയായി തന്നെ മാധ്യമപ്രവർത്തകരോട് ഒരു പ്രതികരണം ഉണ്ടാക്കുമോ ധനമന്ത്രിയിൽ നിന്ന്? തീർച്ചയായിട്ടും ദിവ്യ, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് ആദ്യ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിന് ആദ്യ പ്രതികരണം എല്ലാ തവണയും ഉണ്ടാകുന്നത് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ മൊമെന്റിലാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തൽ അദ്ദേഹം ആദ്യം പങ്കുവെക്കുന്നത് ഈ വീട്ടിൽ നിന്നും കാറിലേക്ക് കയറുന്ന ആ ഗ്യാപ്പിലാണ്. ആ ഗ്യാപ്പിൽ നമുക്ക് ആദ്യ പ്രതികരണം ലഭ്യമാക്കാൻ സാധിക്കും. ആ പ്രതികരണത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ്. കാരണം ഒരു ബജറ്റ് അവതരണത്തിനായി പൂർണ്ണമായി തയ്യാറെടുത്തൊരു ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള ആ പ്രതികരണം ഏറെ നിർണായകമാണ്, ഏറെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രതികരണം വരാനും ഇനി അധികം നേരമൊന്നുമില്ല. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ കാത്തിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹം ഈ ബജറ്റിനുള്ളിൽ കത്തുവെച്ചിരിക്കുന്നത് എന്നത് ആ പ്രതികരണത്തിനുള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആ പ്രതികരണത്തിന് വേണ്ടി തന്നെയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത്. ശരി, എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ധനമന്ത്രി KN ബാലഗോപാലെത്തി ബജറ്റിന്റെ അന്തിമ കോപ്പി ഏറ്റുവാങ്ങും. നമുക്ക് ആ ഒരു സമയത്ത് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം.